നമസ്കാരം. പ്രധാന വാർത്തകൾ. ലക്ഷ്യം പിണറായിസം അവസാനിപ്പിക്കൽ. മുന്നണി പ്രവേശനത്തിന് ധൃതിയില്ലെന്ന് പി.വി. അൻവർ. രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മുന്നണി പ്രവേശനം അനിവാര്യമാണെന്നും UDF നേതാക്കളുമായുള്ള ചർച്ച ആശാവഹമെന്നും പി.വി. അൻവർ. മുന്നണി പ്രവേശനത്തിന് ധൃതിയില്ല, ലക്ഷ്യം പിണറായിസം അവസാനിപ്പിക്കലാണ്. ഇപ്പോൾ നടക്കുന്നത് CPM-BJP മെർജിംഗ് ആണെന്നും അദ്ദേഹം ആരോപിച്ചു. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു അൻവർ. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം BMW കാറിന് തീപിടിച്ചു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ടോൾ നൽകിയ ശേഷം കാർ മുന്നോട്ടെടുത്തപ്പോൾ സ്പാർക്ക് ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് വാഹനം നിർത്തിയിട്ട് കാറിലുണ്ടായിരുന്നവർ പുറത്ത് ഇറങ്ങി മാറി നിന്നു. ഉടനെയാണ് കാറിൽ തീ പടർന്നത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചെങ്കിലും കാർ പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. പ്രായപൂർത്തിയാകാത്ത 3 സഹോദരിമാരെ ബലാത്സംഗം ചെയ്തു. സഹോദരൻ പിടിയിൽ. പത്തനംതിട്ടയിലാണ് സംഭവം. പോലീസ് കസ്റ്റഡിയിലെടുത്ത 17-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി. തുടർന്ന് കൊല്ലത്തെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. 13ഉം 12ഉം 9 വയസ്സുള്ള 3 പെൺകുട്ടികളെയാണ് 17-കാരനായ സഹോദരൻ ബലാത്സംഗം ചെയ്തതെന്നാണ് പരാതി. സ്ഥാപനത്തിൽ താമസിച്ച് പഠിക്കുന്ന പെൺകുട്ടികൾ കഴിഞ്ഞ വർഷം സ്കൂൾ അടച്ച ശേഷമുള്ള അവധിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് ലൈംഗിക പീഡനം. കുട്ടികളുടെ അമ്മ ജോലിക്ക് പുറത്തു പോകുമ്പോഴാണ് സംഭവം നടന്നത്. ബാലികാ സദനത്തിലെ കൗൺസിലിംഗിൽ മൂത്ത കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് അധികൃതർ ശിശുക്ഷേമ സമിതിക്ക് മുമ്പാകെ വിവരം കൈമാറി. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും കേസെടുക്കുകയുമായിരുന്നു. 17-കാരനെ ഉടൻ തന്നെ കണ്ടെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. പത്തനംതിട്ട പോലീസ് പെൺകുട്ടികളുടെ മൊഴിയെടുത്ത ശേഷമാണ് 17-കാരനെ കസ്റ്റഡിയിലെടുത്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയത്. മൊബൈൽ ഫോൺ വാങ്ങാൻ പണം നൽകാത്തതിന് പിണങ്ങി 16-കാരൻ മുറിക്കുള്ളിൽ ജീവനൊടുക്കിയ നിലയിൽ. തിരുവല്ല മനക്കച്ചിറയിലാണ് സംഭവം. 16 വയസ്സുള്ള ആദിത്യനാണ് മരിച്ചത്. മൊബൈൽ ഫോൺ വാങ്ങാൻ പണം നൽകാത്തതിന് വീട്ടുകാരോട് പിണങ്ങി മുറിക്കുള്ളിൽ കയറി തൂങ്ങുകയായിരുന്നു എന്ന് പോലീസ് സംഭവത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. സംഭവം നടക്കുന്ന സമയത്ത് അമ്മയും അനുജനും വീട്ടിലുണ്ടായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിയിലേക്ക് വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി എയർ ഇന്ത്യ. യാത്രക്കാരുടെ പ്രതിഷേധം. ഇന്ന് 7:15 പുറപ്പെടേണ്ട A12455 എന്ന വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. വിമാനം റദ്ദാക്കാനുള്ള കാരണം എയർ ഇന്ത്യ വിശദീകരിച്ചില്ലെന്നും യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കിയില്ലെന്നുമായിരുന്നു പരാതി. യാത്രക്കാരുടെ ബോർഡിംഗ് അടക്കം പൂർത്തിയായതിനു ശേഷമാണ് വിമാനം റദ്ദാക്കിയെന്ന അറിയിപ്പ് ലഭിച്ചത്. യാത്രക്കാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ നാളെ പകരം വിമാനം ഏർപ്പെടുത്തുമെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു.